മുസ്തഫ ഇന്ന് വാങ്ങിച്ച സാധനം കുഴപ്പമില്ലല്ലോ. ഇന്ന് കുഴപ്പമില്ല, നല്ല സാധനം. നിലത്തോണ്ട് അടിച്ചിട്ട് നമുക്കൊരു മിലിറ്ററി കിട്ടിക്കണേ, നമ്മളൊരു ചങ്ങായിന്റെ വക. മതി മുസ്തഫ, അതെ വെയ്യടാ. മിനിഞ്ഞാന്ന് ഡോക്ടറെ അടുത്ത് പോയപ്പോഴേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വെള്ളടിയൊക്കെ നിർത്തണടാ, മതി. ഇനി ഡോക്ടർ പറഞ്ഞത് കേൾക്കാതെ കുടിക്കാന്നാണല്ലോ. അതാ മുസ്തഫ, ഞാൻ അവിടെ വന്ന് കിടക്കേണ്ടി വരും. മുസ്തഫ ഇന്നത്തോടു കൂടി ഞാൻ ഇല്ലടാ, എന്തൊക്കെയോ മേലും നെഞ്ചൊക്കെ വേദന ഉണ്ട്. ഈ നിർത്തുകയാണെങ്കിൽ ഇന്നത്തോട് കൂടി ഞാനും നിർത്തി. ഇത് ലാസ്റ്റാണ്. പോണോ മുസ്തഫ വെയ്യടാ, നീ നിന്നെ വിളിച്ചെഴുതിട്ടടാ, നെഞ്ചൊക്കെ വേദന ഉണ്ട്. ഗുഡ് നൈറ്റ്. ഞാൻ വരണ മുസ്തഫ, ഞാൻ പോട്ടെ. വെയ്യടാ, നെഞ്ചൊക്കെ നല്ല വേദന ഉണ്ട്. വീട്ടിൽ പോടാ. റോഡിലൊക്കെ എടുക്കാറ്, വീട്ടിൽ പോടാ. വല്ല വണ്ടി കയറിട്ടാകൂടാ. എന്തിവിടെക്കണ? എൻ്റെ സുഹൃത്ത് കാർത്തിക് ഉണ്ട് ഈ മണ്ണിൽ അന്തി ഉറങ്ങണം. കാർത്തിക് മരിച്ച എനിക്കറിയാലോ. നിങ്ങളെന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇന്ന് വിഷു ആണല്ലോ. സാധാരണ എല്ലാ വർഷവും ഞാൻ കാർത്തികൻ്റെ വീട്ടിൽ നിന്നാണ് സദ്യ കഴിക്കാറ് വിഷുവിനുള്ള. ഓരോ മരിച്ചതിന് ശേഷം ഓൻ്റെ വീട്ടിൽ ഈ പ്രാവശ്യം വിഷു ആഘോഷിക്കണില്ല. അപ്പം ഞാൻ ലേശൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സദ്യ ഉണ്ടാക്കിയിട്ട് കാർത്തികന് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവന് ഭക്ഷണം കഴിക്കാതെ ഞാൻ ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. എൻ്റെ മനസ്സിൽ അവൻ മരിച്ചിട്ടില്ല. അല്ല മുസ്തഫ, ഈ ചോറ് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ രണ്ടുപേരും കൂടുമ്പോൾ അവനോട് ചോദിക്കും, ഞാൻ മരിച്ചാൽ ഈ എൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ളത്. ഞാനും അവനോട് പറയും, ഞാൻ വരുമ്പോൾ അനക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വരല്ലേ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണ? ഈ ചോറ് ഞാനതിവിടെ വെക്കും. എൻ്റെ സുഹൃത്തല്ലേ, അവൻ രാത്രി വന്ന് കഴിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, മരിച്ചാലും അവർക്ക് എന്നെ ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ. ഞാനിത് ചെയ്യുമ്പോഴേ നിങ്ങൾക്കൊരു പൊട്ടത്തരായിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ ഒരു സമാധാനത്തിനാണ്. ഓൻ എൻ്റെ മനസ്സിൽ നിന്ന് മരിച്ചിട്ടില്ല. ഞാനൊരു വെച്ചാൽ മോൻ രാത്രി വന്ന് കഴിക്കും, അത് ഉറപ്പാ. ഇന്ന മോനക്ക് ഒഴിവാക്കാൻ പറ്റൂല. അത്രയും ബന്ധന ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നായിരുന്നു. നിങ്ങളും കാർത്തിക്കും പടം നടന്നതെന്നൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. കാരണം ഇടം പിരിയാത്ത ബന്ധമാണല്ലോ. കാർത്തികിൻ്റെ മരണശേഷം നിങ്ങൾ ആ ബന്ധം